ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സെനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപിക്കും അഭിനന്ദനം അറിയിച്ച് ലോക നേതാക്കൾ. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നണികൾ. എൻഡിഎ ഐഎൻഡിഎ സഖ്യങ്ങളുടെ യോഗം ഇന്ന്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സഹകരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഹരിതം സഹകരണം പദ്ധതി ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് കീം എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ അയർലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപിക്കും അഭിനന്ദനം അറിയിച്ച് ലോക നേതാക്കൾ. ഇറ്റലി, മൌറീഷ്യസ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളാണ് തുടർച്ചയായ മൂന്നാം വിജയത്തിൽ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം പുറത്തുവന്നപ്പോൾ 292 സീറ്റുകളിൽ എൻഡിഎയും ഐഎൻഡിഐഎ സഖ്യം 233 സീറ്റുകളിലും ജയിച്ചു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ യുഡിഎഫ് 11 എൽഡിഎഫ് ഒരിടത്തും എൻഡിഎ ഒരു സീറ്റിലും വിജയിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ബിജെപി ലോക്സഭാ സീറ്റ് നേടിയത്. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. സർക്കാർ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ മുന്നണികൾ. തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി എൻഡിഎ യോഗം ഇന്ന് ചേരും. ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാനാണ് യോഗം ചേരുന്നത് സംബന്ധിച്ച് മാധ്യമങ്ങളെ അറിയിച്ചത്. യോഗത്തിൽ പങ്കെടുക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ എൽജെപി മികച്ച പ്രകടനം കാഴ്ചവച്ചതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഐഎൻഡിഐഎയുടെ യോഗവും ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിൽ ചേരും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരാനാണ് സാധ്യത. രാഷ്ട്രപതി ഭവനിൽ ഇന്നു മുതൽ 9-ാം തീയതി വരെ പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിക്കില്ല. കേന്ദ്ര മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ തയ്യാറെടുപ്പുകൾക്കായാണ് നിയന്ത്രണം. രാഷ്ട്രപതി ഭവൻ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിജയവും പരാജയവും തിരഞ്ഞെടുപ്പിൽ സാധാരണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപിക്കെതിരെയുള്ള ജനവിധിയാണ് ഉണ്ടായതെന്നും ബിജെപിയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ ഇന്ത്യൻ ജനത തള്ളിക്കളഞ്ഞെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ യുഡിഎഫ് തരംഗമെന്ന് യുഡിഎഫ് കൺവീനർ എം ഹസൻ പറഞ്ഞു. മതേതര ജനാധിപത്യത്തിന്റെ യശസ് ഉയർത്തിയ തിരഞ്ഞെടുപ്പ് ഫലമാണ് ഐഎൻഡിഐ മുന്നണിയുടേതെന്നും ശ്രീ ഹസൻ വ്യക്തമാക്കി. കേരളത്തിൽ ആദ്യമായി എൻഡിഎ വൻ വിജയം നേടിയതിൽ അഭിമാനമുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനും അതിനായി കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി 1972 ജൂൺ 5 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഭൂമി വീണ്ടെടുക്കൽ, മരുഭൂവൽക്കരണം തടയൽ, വരൾച്ചാ പ്രതിരോധം എന്നതാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിന പ്രമേയം. ആഗോളതലത്തിലെ പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് സൌദി അറേബ്യ ആതിഥേയത്വം വഹിക്കും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ പച്ചത്തുരുത്തുകളുടെ വ്യാപനത്തിനായി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ബൃഹത് ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓരോരുത്തരുടെയും മൌലികമായ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് ലോക പരിസ്ഥിതി ദിനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷകരാണ് നമ്മളെന്നും ഉടമസ്ഥരല്ലെന്നും ശ്രീമതി മുർമു സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഏക് പേഡ് മാ കെ നാം അഥവാ അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ബുദ്ധജയന്തി പാർക്കിൽ വൃക്ഷത്തെ നട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. രാജ്യത്തുടനീളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രചാരണം ലക്ഷ്യമിടുന്നത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ആരംഭം ക്ലിഫ് ഹൌസിൽ ഫലവൃക്ഷത്തെ നട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വാർഡ് തലത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷത്തൈകൾ നടും. ദിനാചരണത്തിന്റെ ഭാഗമായി സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന ഹരിതം സഹകരണം പദ്ധതിയുടെ 2ാം വർഷ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് നടക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ഇടുക്കി ജില്ലയിൽ 13 ഏക്കറിൽ പച്ചത്തുരുത്ത് ഒരുങ്ങും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഹരിതകേരളം മിഷന്റെ ഏകോപനത്തിൽ ജില്ലയിൽ 14 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി ആദ്യഘട്ടത്തിൽ 3 ഏക്കർ 46 സെന്റ് സ്ഥലത്താണ് പച്ചത്തുരുത്ത് ആരംഭിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥലങ്ങൾ കണ്ടെത്തി തനത് വൃക്ഷങ്ങളും തദ്ദേശീയ സസ്യവും ഉൾപ്പെടുത്തി സ്വാഭാവിക വനമാതൃകകൾ സൃഷ്ടിച്ചെടുത്ത് സംരക്ഷിക്കുകയാണ് പച്ചത്തുരുത്ത് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, മറ്റ് പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് ഫലവൃക്ഷ തൈകളും നാട്ടുസസ്യങ്ങളും നട്ടുവളർത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ തുരുത്തുകൾ ഉണ്ടാക്കുക. നിലവിൽ 72 ഇടങ്ങളിലായി 24 ഏക്കർ പച്ചത്തുരുത്താണുള്ളത്. കാർബൺ ന്യൂട്രൽ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്ന ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ആരംഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് എന്നിവരും മറ്റ് മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ വിജയത്തിന് പിന്നാലെയാണ് യോഗം. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും യോഗത്തിന്റെ ഭാഗമാകുമെന്നാണ് വിലയിരുത്തൽ. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഭക്തജനത്തിരക്കേറി. നാളെയാണ് രോഹിണി ആരാധന. ഈ മാസം 13 വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. വൈശാഖ മഹോത്സവത്തിലെ 4 പ്രധാന ആരാധനകളിൽ 3 ആരാധനകൾ ഇതിനകം പൂർത്തിയായി. 4ാമത്തെ ആരാധനയായ രോഹിണി ആരാധനയാണ് നാളെ നടക്കുക. രോഹിണി ആരാധനാ ദിവസമാണ് ആലിംഗന പുഷ്പാഞ്ജലിയും നടക്കുക. കുറുമാത്തൂർ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. വിശേഷ വാദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രോച്ചാരണങ്ങളോടെ തുളസിക്കതിരും ജലവും അർപ്പിച്ച ശേഷം സ്വയംഭൂ വിഗ്രഹത്തെ ആലിംഗനം ചെയ്ത് നടത്തുന്ന പൂജയാണ് ആലിംഗന പുഷ്പാഞ്ജലി. രോഹിണി ആരാധനാ പൂജയുടെ ഭാഗമായി പൊന്നിൻ ശീവേലി, ആരാധനാ സദ്യ, പാലാമൃത അഭിഷേകം എന്നിവയും നടത്തും. സന്ധ്യയ്ക്കാണ് പാലാമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കുക. പാലാമൃത അഭിഷേകത്തിനുള്ള പഞ്ചഗവ്യം കൊട്ടിയൂരിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. സംസ്ഥാനത്ത് ഈ വർഷം മുതൽ ഓൺലൈനായി നടത്തുന്ന കീം എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ ഇന്ന് ആരംഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വിവിധ കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. ഞായറാഴ്ച വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരിക്കും എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് പ്രവേശന പരീക്ഷ നടക്കുക. ഫാർമസി പരീക്ഷയ്ക്ക് മാത്രമായി പ്രവേശന പരീക്ഷ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:30 മുതൽ 5 വരെ നടക്കും. പരീക്ഷാർത്ഥികളുടെ തിരക്ക് കണക്കിലെടുത്ത് സർവീസുകൾ ക്രമീകരിക്കുമെന്ന് കെഎസ്ആർടിസി എംഡി അറിയിച്ചു. എല്ലാ ജില്ലകളിൽ നിന്നും പരീക്ഷാ സമയത്ത് സർവീസ് ഉണ്ടാകും. നിശ്ചിത സമയത്തിന് 2.5 മണിക്കൂർ മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരേണ്ട സമയക്രമം കൂടി പരിഗണിച്ചാണ് ക്രമീകരണം. തിരക്കിനനുസരിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ അധിക സർവീസുകളും നടത്തുമെന്ന് കെഎസ്ആർടിസി അറിയിച്ചു. 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് അയർലൻഡിനെ നേരിടും. ന്യൂയോർക്കിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഡാലസിലെ ഗ്രാൻഡ് പ്രയറി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നേപ്പാളിനെ 6 വിക്കറ്റിന് നെതർലൻഡ്സ് പരാജയപ്പെടുത്തി. ബ്രിഡ്ജ് ടൌണിൽ നടന്ന ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് മത്സരം 10 ഓവറിന് ശേഷം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. നാഷണൽ ടെലിമെന്റൽ ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ടെലിമാഡിസിന്റെ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിലെ നിർമ്മാൺ ഭവനിലാണ് ഇരു മന്ത്രാലയങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 2 വർഷത്തേക്ക് പൂനെയിലെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലാണ് നടപ്പാക്കുന്നത്. 1 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് ടെലി കൌൺസിലിംഗ് ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട് കുറ്റ്യാടിക്ക് സമീപം ആർഎംപി പ്രവർത്തകന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. സംഭവത്തിൽ വീടിന്റെ വാതിലിനും ജനൽ ചില്ലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുറ്റ്യാടി പോലീസ് കേസെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപിക്കും അഭിനന്ദനം അറിയിച്ച് ലോക നേതാക്കൾ. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നണികൾ. എൻഡിഎ INDI സഖ്യങ്ങളുടെ യോഗം ഇന്ന്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സഹകരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഹരിതം സഹകരണം പദ്ധതി ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് കീം എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ അയർലൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.